നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് വിളക്ക് വെക്കുന്ന വീഡിയോസ് ഒന്നുമില്ല. ബ്രഹ്മമുഹൂർത്ത വിളക്കൊന്നും വെക്കുന്നില്ല. എനിക്ക് വെക്കാൻ പറ്റില്ലായിരുന്നു. ഇന്ന് തൊട്ടാണ് വീണ്ടും വിളക്ക് വെക്കുന്നത് കേട്ടോ. അനന്തുവിന് ഇന്ന് ഹിന്ദി ട്യൂഷൻ ഉണ്ട്. അപ്പോൾ സ്കൂളിൽ അവധി ആയതുകൊണ്ട് രാത്രി നെറ്റ്ഫ്ലിക്സും ആമസോൺ പ്രൈമും ഒക്കെ കണ്ടിട്ട് ഒരുപാട് ലേറ്റ് ആവും കിടക്കാനായിട്ട്. അപ്പൊ രാവിലെ അതുകൊണ്ട് തന്നെ ലേറ്റ് ആയിട്ടാണ് എഴുന്നേക്കുന്നത് കേട്ടോ. അപ്പൊ അവനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോഫിയും പിന്നെ ഉപ്പുമാവാണ് ഇന്ന് ഉണ്ടാക്കിയത്. അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അനന്തുവിനെ വിളിക്കാൻ പോവാണ്. അപ്പോൾ ഈ ലേറ്റ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് രാവിലെ എണീക്കാൻ ഭയങ്കര മടിയാണ്. നമ്മൾ ചെന്ന് വിളിച്ചാലേ എണീക്കുള്ളൂ. ഫുഡൊക്കെ കഴിക്കാൻ അനന്തുവിന് ഭയങ്കര മടിയാണ്. അപ്പോൾ ഉപ്പുമാവ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ഉപ്പുമാവും കോഫി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി പോയി അവനെ വിളിക്കാം. രണ്ടുപേർക്കും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് വലിയ താല്പര്യമില്ല കേട്ടോ. ഫോണും കൊണ്ട് പോകുമ്പോഴേ പറയും കാണിക്കല്ലേ എന്ന് പറയും കേട്ടോ. അപ്പൊ ഇന്ന് എന്തായാലും അവരെ കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഉറങ്ങാണ്. എണീക്കാൻ ഭയങ്കര മടിയാണ്. കുറച്ചു നേരം കൂടെ കിടക്കട്ടെ എന്നാണ് കേട്ടോ പറയണത്. ഇവിടെ നമ്മുടെ ബെഡ്റൂമിനോട് ചേർന്നിട്ട് നല്ലൊരു ബാൽക്കണി നമുക്കുണ്ട് കേട്ടോ. നല്ല രസമാണ് ഇവിടെ ഈവനിങ് ഒക്കെ വന്നിരിക്കാനായിട്ട്. ഇതിപ്പോ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ കിളികളൊക്കെ വന്നിട്ട് വൃത്തികേടാക്കൂട്ടോ. പിന്നെ റോഡ് സൈഡും കൂടെ ആയതുകൊണ്ട് ഭയങ്കര പൊടിയാണ്. അതുകൊണ്ട് നമ്മൾ എന്താ പറയുക എപ്പോഴും ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ തറയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇവിടെ ഒന്നിട്ട് ക്ലോസ് ചെയ്തിട്ടില്ലല്ലോ, ഓപ്പൺ ആണ്. അപ്പൊ അനന്ത് എണീറ്റ് കഴിഞ്ഞപ്പോ ഞാന് ബെഡൊക്കെ ഒന്ന് വിരിച്ചിടാന്ന് വിചാരിച്ചു. അവനല്ലേ ലാസ്റ്റ് എണീക്കുന്നത്. അപ്പം എണീറ്റ് കഴിഞ്ഞാലേ ബെഡ് വിരിച്ചിടാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനൊന്ന് പെട്ടെന്ന് ബെഡൊക്കെ വിരിച്ചിട്ടു. പിന്നെ ഈ വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാ റൂമിലും ഉണ്ടാവും ഇവരുടെ ഓരോരോ തുണികൾ കേട്ടോ. അപ്പൊ അതെല്ലാം പിറക്കി കൊണ്ടുവന്നിട്ട് വാഷിംഗ് മെഷീനിൽ ഇടാന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ താഴത്തേക്ക് വന്നപ്പോ ബബ്ലു ഇവിടെ ഇരുന്നിട്ട് TV കാണുന്നുണ്ട്. കുറച്ചു മുന്നേ ഞാനിവിടെ വൃത്തിയാക്കിയിട്ട് പോയതാണ്. വീണ്ടും അവിടെ ഓരോന്നൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. കഴിക്കാനുള്ള സ്നാക്സ് ബോക്സ് ഒക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ ക്ലീൻ ആക്കലാണ് മെയിൻ പണി. ഇവരുടെ പിന്നാലെ നടന്നിട്ട് ക്ലീൻ ആക്കിക്കൊണ്ടേയിരിക്കണം. ബബ്ലുവിനാണെങ്കിൽ വെക്കേഷനാണ്. ആരും കളിക്കാനില്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരു എന്താ പറയാ സാഡ് ആയിട്ട് ഇരിക്കാണ് കേട്ടോ ആള്. ഫുൾ ടൈം TV അല്ലെങ്കിൽ കുറച്ചു നേരം ഗെയിം കളിക്കും. അങ്ങനെയൊക്കെയാണ് പോകുന്നത്. ആരും കളിക്കാനായിട്ടില്ല. ഈ പ്രായത്തിലുള്ള ആരും നമ്മുടെ അടുത്തൂല. പിന്നെ ഇവിടെയൊന്നും അടുത്തൊന്നും പോയി കളിക്കുന്നത് ആയിട്ട് ഇല്ല കേട്ടോ. പിന്നെ കിച്ചണിൽ വന്നു കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പൊ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പാത്രം കഴുകാനായിട്ട് നിൽക്കുന്നത്. അനന്ത് ട്യൂഷന് പോകാൻ റെഡി ആയിട്ട് വന്നിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. കൊണ്ടുവന്ന് വിടാനായിട്ട് ആരും ഇല്ലാത്തതുകൊണ്ട് ഊബറാണ് ശരണം. ഈ ട്യൂഷൻ ഫീസിനേക്കാളും കൂടുതൽ നമുക്ക് ചെലവ് വരുന്നത്, എക്സ്പെൻസ് വരുന്നത് ഈ വണ്ടിക്കുള്ള ചെലവാണ് ഏറ്റവും കൂടുതൽ കേട്ടോ. അപ്പൊ പിന്നെ ഊബർ ആണെങ്കിൽ കുറച്ചും കൂടെ സമാധാനം, അവിടെ കൊണ്ട് ഇറക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ ഊബറാണ് വിളിച്ചു കൊടുക്കാറ്. പിന്നെ ആ ഏരിയയിലേക്ക് ബസ് എപ്പോഴും ഇല്ല. ഏതോ ടൈമിലൊക്കെ ഉള്ളൂ, 2 നേരം കണ്ടേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ട്യൂഷൻ്റെ ആ ഒരു ടൈമിൽ ബസ്സൊന്നും കിട്ടാറില്ല. അതുകൊണ്ട് പിന്നെ കൂടുതലും ഞാൻ ഇങ്ങനെയാണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ സന്ധ്യയ്ക്ക് വിളക്കൊക്കെ വെച്ചു. കുറെ ദിവസമായി വിളക്ക് വെച്ചിട്ട്. അപ്പൊ ഇന്ന് സന്ധ്യയ്ക്കാണ് വിളക്ക് വെച്ചത്. മോർണിംഗ് വെച്ചില്ലായിരുന്നു കേട്ടോ. വിളക്കൊന്നും കഴുകിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ എനിക്ക് എന്ന് വെച്ചാല് ഒരു 8 ദിവസം കഴിയാതൊന്നും വിളക്കൊന്നും കഴുകാനായിട്ട് തോന്നാറില്ല. അങ്ങനെ ചെയ്യുമ്പോഴും എന്തോ ഒരു പോലെയാണ് അതിന് മുന്നേ ചെയ്യുമ്പോഴേ. അപ്പൊ ഞാൻ 8 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് വിളക്കൊക്കെ കഴുകാറ്. അപ്പൊ ഈവനിങ് വിളക്കൊക്കെ വെച്ചു, പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കടയിൽ പോയി. പിന്നെ എൻ്റെ ഒരു ചുരിദാർ ഉണ്ടായിരുന്നു. അത് ഞാൻ രാമചന്ദ്രന്ന് തുണി എടുത്തതാണ് കേട്ടോ. അപ്പൊ അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ട് 1 മാസത്തിൽ കൂടുതലായി സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ട്. അപ്പൊ ഇന്ന് അത് മേടിച്ചു. അപ്പൊ ആ ചേച്ചി അവിടെ തയ്ച്ചു വെച്ചിട്ടുണ്ടെന്ന് കുറെ ദിവസമായി പറയുന്നത്. അപ്പൊ ഞാൻ അത് പോയി വാങ്ങി. വിളക്ക് വെച്ച് കഴിഞ്ഞിട്ട് കടയിൽ പോയിട്ട് വരണ വഴിക്കാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ തുണി. ഇത് എൻ്റെ പാൻറ്. രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങി വന്ന് ഇത് ഞാൻ ഇട്ട് നോക്കിയില്ല കേട്ടോ. ആ ചേച്ചി എന്നോട് ഇട്ട് നോക്കാനൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട ചേച്ചി, കറക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ട് നോക്കിയില്ല. പിന്നെ ഇത്രയും ലൂസ് ആണെങ്കിൽ എനിക്ക് ഇത്രയും ലൂസായിട്ട് കിടക്കുന്നതാണ്. പിന്നെ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്ത ഒരു ലോങ് കുർത്തിയാണ് കേട്ടോ. രാവിലെ വന്നതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യാന്നും പറഞ്ഞിട്ട് വെച്ചിരിക്കായിരുന്നു കേട്ടോ. ഇത് 285 രൂപയാണ് ഞാൻ മേടിക്കുമ്പോൾ ഉണ്ടായിരുന്ന പ്രൈസ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓപ്പൺ ചെയ്തപ്പോൾ നല്ല കളർ, ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി.
പിന്നെ നമുക്കിത് ഡെയിലി വെയർ ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല കംഫർട്ടായിട്ട് തോന്നി എനിക്ക്. ഞാൻ മീഡിയമാണ് വാങ്ങിച്ചിരുന്നത്. ലാർജ് സൈസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് മേടിച്ചായിരുന്നെങ്കിൽ എനിക്ക് ഷേപ്പ് ചെയ്യേണ്ടി വന്നേനെ. പക്ഷെ ഇത് ഷേപ്പ് ഒന്നും ചെയ്യണ്ട. കുറച്ച് ലൂസൊക്കെ ഉണ്ട്. എനിക്ക് ഇത്തിരി ലൂസൊക്കെയാണ് ഇഷ്ടം കേട്ടോ. ലൂസായിട്ട് കിടക്കണതാണ് ഇഷ്ടം. ഭയങ്കര ടൈറ്റായിട്ട് കിടക്കണത് എനിക്കിഷ്ടമല്ല. പിന്നെ ഡിന്നറിന് ഞാനൊരു പൊട്ടാറ്റോ ഫ്രൈ ഉണ്ടാക്കി. ചോറാണ് കേട്ടോ കഴിക്കുന്നത്. ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഇതുണ്ടെങ്കിൽ അവർക്ക് ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഈ ഉപ്പേരി ഉണ്ടാക്കി. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.